ഇന്ന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിവേള ഈ മിനിസ്ട്രിയുടെ ഓൺലൈൻ മീറ്റിംഗിൽ എളിയവനെയും പങ്കെടുപ്പിക്കുവാൻ പ്രിയ സണ്ണി പാസ്റ്റർ എന്ന് വിളിക്കുന്ന പാസ്റ്റർ ജെ എബ്രഹാം നൽകിയ അവസരത്തിനായിട്ട് നല്ല മനസ്സിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അടുത്ത സ്നേഹിതനാണ്. ഞാൻ ഒക്ലഹോമയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു സഭയിലാണ് ആരാധിച്ചു വന്നത്. എനിക്ക് ദേവദാസിനെ കുറിച്ച് കേട്ടപ്പോഴൊക്കെ ഒത്തിരി അഭിമാനമുണ്ട്. മസ്കറ്റില് താനായിരുന്ന കാലത്തെ തൻ്റെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ സഭാസ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും താൻ ചെയ്തൊക്കെ എന്നും അനേകര് ഞങ്ങളുടെ ചില കസിൻസൊക്കെ മസ്കറ്റിലുണ്ട്. അവരൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ ആ ദേവദാസനോട് കൂടെ ചില വർഷങ്ങളിൽ ഒക്ലഹോമയിലായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ആ ദേവദാസനെ കുടുംബത്തെ പ്രിയപ്പെട്ട എല്ലാ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമില് വിവിധ ഇടങ്ങളിൽ ഇന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും വാസ്തവമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം മിനിസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അവരോട് ദൈവവചനം പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ കർത്താവിന്റെ ദാസൻ നേരത്തെ ഓർപ്പിച്ചപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. കുറെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചോദിക്കുകയും ചെയ്തു, കർത്താവെ, ഏത് വചനമാണ് ഞാൻ ഇവിടെ സംസാരിക്കേണ്ടത്? ദൈവം എന്നോട് ശക്തമായിട്ട് ഇടപെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം നിയോഗിച്ച, ദൈവത്തിന്റെ നിയോഗം ലഭിച്ച ഒരു വചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഇന്ന് ആയിരിക്കുന്നത്. ആ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവെ, ഞങ്ങളുടെ വചനത്തിന്റെ മുൻപിലേക്ക് ഞങ്ങൾ ചില മിനിറ്റുകൾ കടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് നൽകിയ നിയോഗത്തോടെ ഈ വചനം അങ്ങയുടെ ജനത്തിന് മുൻപാകെ അടിയൻ ശുശ്രൂഷിക്കുവാനായിട്ട് ആയിരിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ അങ്ങയുടെ ദാസീദാസന്മാരെ വിവിധ രാജ്യങ്ങളിലായിട്ട് ചേർന്നിരിക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഏഴയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ ആത്മാവ് നിയോഗിക്കാത്ത ഒരു വാക്ക് പോലും ഈ ശുശ്രൂഷയിൽ സംസാരിക്കാൻ ഇടയാകരുതേ. ഒരു വാക്ക് പറയുന്നെങ്കിൽ അത് ജനത്തിന് ആത്മീയ വർധനവിന് കാരണമാക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എതിരായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക അധികാരങ്ങളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അവയെ ശാസിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വേണ്ട ദൈവിക ശക്തിയും ബലവും കൃപയും വിടുതലും നൽകണമേ. ഏഴേക്കരങ്ങളിലേക്ക് നൽകുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ക്യാൻസസിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. മോഡേൺ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിച്ച സ്ഥലമാണ് കാൻസസ് ടൊപ്പീക്ക. ചാൾസ് ബ്രഹാമിന്റെ ബൈബിൾ സ്കൂള് ആദ്യം ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദിനങ്ങളിൽ ആഗ്നസ് ഉസ്മാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി അന്യഭാഷ അടയാളത്തോടെ ആത്മനിറവ് പ്രാപിച്ച സ്ഥലമാണ് ഞാൻ പ്രവർത്തിക്കുന്ന ഈ കാൻസസ്. ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ് ടൊപ്പീക്ക എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരം ഡ്രൈവ് ചെയ്താൽ ആ ടൊപ്പീക്ക ചെല്ലാൻ കഴിയും. ഈ ന്യൂയോർക്കിലുള്ള ആകെയുള്ള ഏക മലയാളി പെന്തക്കോസ്ത കൂട്ടായ്മയാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ചില വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കില് ഞാൻ പഠനത്തോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ ഈ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഇവിടെ ഒരു ചർച്ച് പൈനിയർ ചെയ്യാനായിട്ട് ആ പ്രാർത്ഥന കേട്ട ദൈവം എനിക്കൊരു അവസരം നൽകി. 2018 ഒടുവിലാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരാനിടയായത്. കഴിഞ്ഞ 5 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 50-ലധികം പേര് ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ ദൈവം ഞങ്ങൾക്ക് നൽകി. ഏതാണ്ട് 14 കുടുംബങ്ങൾ, വിവിധ ഭാഷക്കാരായ, പഞ്ചാബികളായ, ഹിന്ദിക്കാരായ, അപ്പോൾ തന്നെ ആന്ധ്രാക്കാരായ, തമിഴരായ, ശ്രീലങ്കക്കാരായ, മലയാളികളായ
ഇങ്ങനെ വിവിധ ഭാഷക്കാരായ ആളുകൾ ചേർന്നുള്ള ഒരു മൾട്ടി ലിംഗ്വൽ വേർഷിപ്പ് ഞങ്ങൾക്കിവിടെ ദൈവം നൽകി. അതിനുവേണ്ടി ദൈവം ഒരുക്കിയതായ വ്യക്തികളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ അമേരിക്കയിലെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഒരു ചർച്ച് പൈനിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമാവഹമാണ്. ദൈവത്തിന്റെ നിയോഗമില്ലാതെ ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ശക്തമായ നിയോഗം തന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഒക്ലഹോമയിൽ നിന്ന് ഈ വേലയ്ക്കായിട്ട് മൂവ് ചെയ്ത് വരാനിടയായത്. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവര് ചിലർ ഇതിനകത്ത് ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വേലയെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവ വചനത്തിലേക്ക് ശ്രദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമാണ് ഇന്ന് രാത്രിവേള ചിന്തയുടെ ആധാരമായിട്ട് എടുക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിയോഗം നൽകി. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമായ വേദഭാഗമാണ്. അതിലെ ഒരു കാര്യം, ഒരു സെന്റൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഇന്ന് രാത്രി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ദൈവദാസന്മാരായ നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രസംഗിക്കുകയും ദൈവജനത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. എന്താണ്? വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. അവിടെ കൊടുത്തിരിക്കുന്ന പദത്തെ വേദശാസ്ത്ര വഴിയിലൂടെ വ്യാഖ്യാനിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന്. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ഈ വാക്യം പറയാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണമേ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വചനം? ഇന്ന് രാത്രി എന്നോട് ദൈവം സംസാരിക്കുന്ന വചനമെന്ന് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ പേര് വിശ്വാസി എന്നാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ, ഞാൻ ഉൾപ്പെടെ, ഞാൻ ഈ ദേശത്ത് വന്നപ്പോൾ ഞാൻ ചിന്തിച്ച ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ എന്ന് ചോദിച്ചതുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച വചനമാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പം യേശുവിന്റെ ശിഷ്യരായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അടയാളം അവന്റെ വിശ്വാസമാണ്. നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടോ? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിലേക്ക്, ഇന്ന് ഞാൻ ചർച്ചിലും അത് പറയാനിടയായി, എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ but have extraordinary claims. Christians are ordinary people but have extraordinary claims. എനിക്ക് അതിനോട് അല്പം വിയോജിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ സാധാരണക്കാരാണ്, എന്നാൽ അവർ എന്ത് ചെയ്യുന്നു? ഹാവിങ് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് എന്ന് പറഞ്ഞാല് അവരുടെ അവകാശവാദങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. സാധാരണമായ അവകാശവാദങ്ങളാണ് അവർക്കുള്ളത്. ഞാൻ അതിലല്ല വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു നല്ല ഫിലോസഫറാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാക്കിനകത്ത് ഒരു ചെറിയ ഉപുദ്ധി ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിലുണ്ട്. നമ്മുടെ ക്ലെയിംസ് എന്തല്ല, ആമേൻ, എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് അല്ല. എന്ന് പറഞ്ഞാൽ ഒരു കേവലമായ അവകാശവാദങ്ങളല്ല. നമ്മുടെ അവകാശവാദത്തെക്കാൾ ഒന്നുകൂടെ ഞാൻ ഇതിനെ കയറ്റി പറയുന്നു, നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മൾ യേശുവിനെ, ഭർത്താവിനെ നമ്മൾ വിശ്വാസത്താൽ സ്വീകരിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എബ്രായലേഖനം 14-ാം അധ്യായം 1-ാം വാക്യമൊക്കെ അറിയാം. ഞാൻ അതിനെ അവിടെ നിർത്തിക്കൊണ്ട് വചനത്തിലേക്ക് ഒന്നുകൂടെ ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. സമ്പൂർണമായ ദൈവാശ്രയമാണ് വിശ്വാസം. സമ്പൂർണമായ ദൈവാശ്രയമാണ് വിശ്വാസം. ഒന്നാം മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ ദൈവാശ്രയത്തിൽ നിന്ന് അവൻ അകന്ന് അവൻ സ്വയാശ്രയനായി. ആ സ്വയാശ്രയനായതിന്റെ ഒരു കാര്യമാണ്, അവൻ നഗ്നനെന്നറിഞ്ഞപ്പോൾ
അവന്റെ സ്വപരിശ്രമത്താല് നഗ്നത മറയ്ക്കാനുള്ള അവന്റെ ശ്രമം. അപ്പൊ ആ ശ്രമം അവിടെ പരാജയപ്പെടുകയാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ പരിശ്രമങ്ങളെക്കാൾ ദൈവാശ്രയമാണ് ഒരു ദൈവ പൈതലിന് ആ ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത്. അപ്പോൾ ഈ ദൈവത്തിന് വചനം നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്നത് എന്താണ്? ദൈവം ഏറ്റവും വലിയ മുൻഗണന കൊടുത്തിരിക്കുന്നത് വിശ്വാസത്തിൽ. നമ്മളെല്ലാം ഈ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാൽ, ധ്യാനിച്ചാൽ, അതിനകത്ത് ഏറ്റവും അധികമായിട്ട് നാം അല്ലെങ്കിൽ വിശ്വാസി, ദൈവ പൈതൽ, ശിഷ്യൻ, ക്രൈസ്തവ ശിഷ്യ സമൂഹം അനുഭവിക്കേണ്ടതും അതേ വെളിപ്പെടുത്തേണ്ടതും മറ്റൊന്നല്ല, നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ ഈ ദൈവാശ്രയത്തെയാണ് നാം വിശ്വാസം എന്ന് വിളിക്കുന്നത്. അത് പഞ്ചേന്ദ്രിയാനുഭവങ്ങളായ കാഴ്ച, കേൾവി, സ്പർശനം, രുചി, ഗന്ധം ഇവയ്ക്ക് അപ്പുറമായി നമ്മെ വിശ്വാസം നയിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട്, ചിന്ത കൊണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവദ്യമാകുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും മാത്രമല്ല, ബിയോണ്ട് അവർ ലൈഫ് experiences and knowledge, there is something extraordinary. What is that? That is what the faith what we have. അതാണ് നമ്മുടെ അകത്ത് ഉള്ള വിശ്വാസം. Because we have a God with, a greater, mightier. നമ്മുടെയൊക്കെ ഉള്ളില് നമ്മുടെ ദൈവത്തെ കുറിച്ച് ഒരു തലവേദന മാറ്റുന്ന, ഒരു ക്യാൻസർ രോഗം മാറ്റുന്ന, ഒരു 500 രൂപ തരുന്ന, ഒരു വീട് തരുന്ന, ഒരു ജോലി തരുന്ന, ഒരു കാറ് തരുന്ന, എന്തെങ്കിലും ഭൗതികമായ ലൗകിക കാര്യങ്ങളുടെ ലഭ്യതയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട്, ഒരു മെത്തഡായിട്ട് മാത്രം ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ ദൈവം അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സിമ്പിളാണ്. എന്നാൽ ഒരു ദൈവവിശ്വാസി ദൈവത്തെ അറിയണം. അതിന് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ അവിടെ 3 കാര്യങ്ങൾ വളരെ വേഗത്തില് ഒന്ന് ചേർത്തോർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. 3 സുപ്രധാന വസ്തുതകളിലാണ് ദൈവവിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. നമ്പർ 1, ദൈവത്തിന്റെ സ്വഭാവം. എബ്രായലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിന് കൊടുക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. എന്താ ഇതിന്റെ അർത്ഥം? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒന്നുകൂടെ പറയാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. മലാഖി പ്രവചനം 3-ാം അധ്യായം 6-ാം വാക്യം. എന്താണ് ആ വാക്യം പറയുന്നത്? ഒന്ന് വായിക്കാമോ? എല്ലാവരുടെ ഉള്ളിൽ ബൈബിളിലൊക്കെ എടുത്ത് ആ വാക്യം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വരട്ടെ. വാട്ട് ഈസ് ദാറ്റ് വേർഡ് സേസ്? അത് നമ്മുടെ ദൈവത്തെ കുറിച്ചാണ്. നമ്മുടെ ദൈവം ഹോമിയായ ഞാൻ മാറാത്തവൻ. ഒന്ന് ഏറ്റി പറയാൻ പറ്റുമോ? Our God is an unchanging God. നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ബോധ്യം, എന്റെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാനുണ്ട്? എന്റെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. Our God is unchanging God. ഞാൻ അതിന്റെ വേദശാസ്ത്ര വഴികളിലേക്ക് പോകുന്നില്ല. ഞങ്ങളെ ബൈസ്കൂളിലൊക്കെ പ്രോപ്പർ തിയോളജി പഠിപ്പിക്കുമ്പോൾ immutability of our God,
ദൈവത്തിന്റെ മാറ്റമില്ലായ്മയെ കുറിച്ച് അത് വിശദമായി പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ അങ്ങനെ ആ ആഴങ്ങളിലേക്ക് പോകാതെ അതിന്റെ മേളിൽ നിന്നുകൊണ്ട് ചില ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയ്യോബ് 42:2 ഇയ്യോബ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? സകലത്തിനും മതിയായവനായ ദൈവം. മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഓ, സകലത്തിനും മതിയായവനായ ദൈവം. നമ്മുടെ ദൈവം ഒന്ന്, അവൻ മാറ്റമില്ലാത്തവൻ. രണ്ട്, അവൻ സകലത്തിലും മതിയായവൻ. ഏത് കാര്യങ്ങൾക്കാ ദൈവം മതിയായവൻ അല്ലാത്തത്? നമ്മുടെ ദൈവം ഏത് കാര്യത്തിനാ മതിയായവനല്ലാത്തത്? ഇവിടെ ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. എപ്പോഴാ ഇയ്യോബ് അത് പറഞ്ഞത്? 41 അധ്യായങ്ങളിൽ 39-ാം അധ്യായം തൊട്ട് ഇയ്യോബ് ദൈവം അങ്ങോട്ടൊരു ചുരുളടിച്ചിട്ടു. അതുവരെ അറിഞ്ഞ ദൈവം അല്ല ഇപ്പോഴത്തെ ദൈവമെന്ന് ദൈവം അവനോടും കൂടെ ഒന്ന് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. നമ്മുടെ പാടുകയാണ്, അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബുദ്ധിക്കതീതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. എന്നിട്ട് നമ്മൾ പറയും, സാധ്യമേ, എല്ലാം സാധ്യമേ. രാത്രി ഒരു ദൂത് പോലെ ചിലരോട് ദൈവാത്മാവിനെ പ്രവചിച്ചു പറയുകയാണ്. അസാധ്യമെന്ന് കരുതുന്നവര് സാധ്യമാക്കി തരുന്ന ഒരു കർത്താവാണ്. ഇന്ത്യയിലുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവന്റെ ഉദ്ദേശങ്ങൾ അവൻ നിവൃത്തീകരിക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല. അവിടെ മൂന്നാമത്തെ ഒരു കാര്യം പറയട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും തീത്തോസിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യവും കൂടെ ചേർത്ത് പഠിച്ചാൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കറിയാം. നമ്മുടെ ദൈവം വ്യാജം പറയാത്തവൻ, ഹല്ലേലൂയ, ഭോഷ്കില്ലാത്തവൻ, നുണ പറയാത്തവൻ. നമ്മുടെ കർത്താവ് വ്യാജം പറയത്തില്ല. ഈ സമയം ഈ ലൈനിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവം നിങ്ങളോട് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യാജമല്ല, സത്യമാണ്. അത് നിവർത്തി മനത്തിലേക്ക് എത്താൻ പോവുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കാൻ പോവുകയാണ്. അത് സത്യമാകാൻ പോവുകയാണ്. വാചകൻ പറഞ്ഞതുപോലെ, നിങ്ങൾ കാറ്റ് കാണത്തില്ല, നിങ്ങൾ മഴ കാണത്തില്ല, പക്ഷെ അവൻ പറയുന്ന പോലെ അനുസരിച്ചാൽ അവിടെ വെള്ളം കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ പ്രവചിച്ചതുപോലെ സംഭവിച്ചെങ്കിൽ എലീശായേക്കാൾ വലിയവൻ, എലീശായ്ക്ക് ദൂത് കൊടുത്തവൻ, എലീശായ്ക്ക് ശുശ്രൂഷ കൊടുത്തവൻ, ആ ദൈവം തന്നെയാണ് നമ്മെയും ശുശ്രൂഷയ്ക്കായി വിളിച്ച് നിയോഗിച്ചാക്കിയിരിക്കുന്നത്. ആ ദൈവം നമ്മോട് പറയുകയാണ്, ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഇനി 2-3 കാര്യങ്ങളൂടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കാറുണ്ട്. ഈ വിശ്വാസത്തിന് ഈ 2 തരം ജ്ഞാനം ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് ഗുണമൂലമാകാൻ ഇത് പറയുന്നുണ്ട്. എന്താണ് വിശ്വാസം? ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, അത് അചഞ്ചലമായതിനെ
അചഞ്ചലമായ ഉറപ്പോടുകൂടി നമ്മുടെ ഉള്ളിൽ നമ്മെ ഉറപ്പിക്കുന്നതാണ്. അപ്പോൾ തന്നെ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന ദൈവ കൽപ്പനകൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉരുവായി വരേണ്ട ഒരു പ്രതികരണമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ദൈവം നമ്മോട് പറയുന്നതിനോട് നമുക്കുള്ള പ്രതികരണം എന്താണ്? തലകുലുക്കി ആട്ടുക മാത്രമല്ല, പിന്നെയോ എന്ന് പറയാൻ നാം ധൈര്യവാന്മാരാകുന്നത് ആ ഉറപ്പ് നമ്മുടെ ലഭിക്കുമ്പോൾ. അതിനെന്ത് വേണം? ഈ ജ്ഞാനം. ഏതാ ജ്ഞാനം? രണ്ടു തരം ജ്ഞാനം ഈ പുസ്തകം പറയുന്നുണ്ട്. അപ്പോ പൗലോസ് പറയുന്ന ചില വാക്കുകൾ എനിക്ക് ഓർമ്മിക്കാറുണ്ട്. എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് നിങ്ങൾ 8 മുതൽ 16 വാക്യങ്ങൾ വായിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല. അടുത്തത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. There is an intervention of the Holy Spirit. There is an intervention of the power of Holy Spirit. I mean, when you are, engaged in the prayer, when you are engaged in the work of God, I mean, you have to have what? You have to have power that gives from God. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയണം. Without that power, we cannot have it. രാവിലെ ഇന്ത്യയിലായിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കയറിയിരിക്കുന്ന സഹോദരങ്ങളെ, ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ആത്മാവിൽ ഞാനൊരു ദൂതായിട്ട് പ്രസ്താവിക്കുകയാണ്. നമ്മുടെ ഉള്ളില് ദൈവം നമുക്ക് നിയമിച്ചു നൽകിയ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, മറ്റാരുമല്ല. അത് നമ്മുടെ കർത്താവത്രേ. അത് നമ്മുടെ കർത്താവത്രേ. ആ കർത്താവ് നമ്മുടെ ഉള്ളില് പ്രകാശിക്കുമ്പോൾ, ആ കർത്താവിൽ ആ പ്രകാശം നമ്മിൽ നിന്ന് ഇതമായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രകാശനം എന്താ? വിശ്വാസത്തിന്റെ ഒരു വലിയ മികവിലേക്ക് മാറുകയാണ്. സാധാരണക്കാരെ കൊണ്ട് അസാധാരണമായി ശുശ്രൂഷ ചെയ്യിക്കുമെന്നുള്ളതിന് തെളിവാണ്. നമ്മളെല്ലാം ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ആമേൻ ദാവീദ്. അതിന്റെ അനുഭവസ്ഥനാണ് അബ്രഹാം. എനിക്ക് ആ ഭാഗത്ത് പോയി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും രണ്ടാമത്തെ ജ്ഞാനത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർപ്പിക്കണ്ടേ? എന്താണ് ആ ജ്ഞാനം? ആമേൻ. 1 ഇന്ദ്രിയ ജ്ഞാനമാണെങ്കിൽ, 2 വെളിപ്പെടുന്ന ജ്ഞാനം. ഹല്ലേലൂയ. 1 ഇന്ദ്രിയ ജ്ഞാനമാണെങ്കിൽ, 2 വെളിപ്പെടുന്ന ജ്ഞാനം. എന്താണ് ഈ വെളിപ്പെടുന്ന ജ്ഞാനം? ദൈവവചനം സത്യമെന്ന ഉറവയിലൂടെ ഈ ജ്ഞാനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയോ സത്യം ഹല്ലേലൂയ. ഈ ജ്ഞാനം നമ്മുടെ അകത്ത് വരാൻ, ഹല്ലേലൂയ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം എടുക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് എല്ലാവർക്കും ശബരിയായ ആ സഹോദരി, വേദശാസ്ത്രികളൊക്കെ പുള്ളിക്കാരുടെ പേര് വരെ കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ വരുന്നില്ല ആ പേര്. എനിക്ക് ഓർക്കും. ഞാൻ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ച കാലത്ത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചപ്പോൾ ആ പേരൊക്കെ എന്റെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴെല്ലാം മെമ്മറിയിലേക്ക് ഓടി വരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറയുന്നത്, ഈ സ്ത്രീയോട് നമ്മുടെ കർത്താവ് സംഭാഷിക്കുന്ന സംഭാഷണം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. അവള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാന് ഇവിടുത്തടം വരാതെ ഈ കർത്താവ് പറഞ്ഞ ആ ജീവന്റെ ജലം കിട്ടേണ്ടതിന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വായിച്ചിട്ടില്ലേ? എനിക്കിവിടെ തൊട്ടിയും കൊണ്ട് കയറും കൊണ്ട് വന്ന് ഇവിടെ ഒന്ന് പോരാതെ അത് കിട്ടാൻ എന്നാ ചെയ്യണം? അവിടാണ് കർത്താവിന്റെ ഒരു ചെറിയ ടച്ച്
അവളിലേക്ക് ചെല്ലുന്നത്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. അപ്പൊ നോക്കിക്കേ, അവളുടെ ബ്രോക്കൺനെസ് ലൈഫിലേക്ക് എന്റെ കർത്താവിന്റെ പ്രവചനാത്മാവിലുള്ള ഒരു ഇടപെടൽ. ഇറ്റ് വാസ് എ സൂപ്പർനാച്ചുറൽ ഇന്റർവെൻഷൻ ഓഫ് അവർ ലോർഡ് ഇൻ ടു ഹെർ ലൈഫ്. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ അസാധാരണമായ ഇടപെടലാണ് ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ ശമരിയയിലെ വലിയ മിഷണറിയാക്കി മാറ്റിയത്. ഒരൊറ്റ ചോദ്യമാണ്. രാത്രി എന്നെ കേൾക്കുന്ന പലരോടും ദൈവാത്മാവിൽ ഞാൻ ദൂതായിട്ട് വിളിച്ചു പറയുകയാണ്, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഈ സ്ഥിതിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രത്യേക ഇടപെടൽ ഓർക്കുന്ന എത്ര പേരുണ്ട്? അതൊരു പക്ഷേ ഒരു ദൈവദാസനിലൂടെയാകാം, ഒരുപക്ഷെ ഒരു ദൈവദാസനിലൂടെയാകാം, ഒരുപക്ഷെ ഒരു പ്രവാചകനിലൂടെയാകാം, ഒരുപക്ഷെ ഒരു പ്രാർത്ഥനാവിധനായ മനുഷ്യനിലൂടെയാകാം. ആരും ആയിക്കൊള്ളട്ടെ, അന്ന് അവിടെ ദൈവം അവരെ ഉപയോഗിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ അവസ്ഥ വരെ എത്തിച്ചേർന്നത്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? എന്നെ ഈ നിലയിലേക്ക് എത്തിക്കാൻ, എന്നെ ഈ സ്ഥിതിയിലേക്ക് മാറ്റാൻ, എന്നെ ഇത്രമാത്രം കൊണ്ടുവരാൻ കാരണമായി തീർന്നത് അന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇടപെടൽ എന്റെ മേലുണ്ടായതാ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമുക്ക് നൂളിയിട്ട് നോക്കിയാൽ, ഹല്ലേലൂയ, അതിന് ദൈവത്തിന്റെ ജ്ഞാനം ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. അത് ഹല്ലേലൂയ കാഴ്ചയാൽ അല്ല. പൗലോസ് 2:5 വാക്യത്തില് പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോ നടപ്പ് ദൈവത്തിലുള്ള ആശ്രയത്തിൽ തന്നെയായിരിക്കണം. അമേരിക്കയില് താമസിക്കുന്ന അനേക ആളുകളെ കുറിച്ച്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, അവരങ്ങ് വളരെ എല്ലാ നിലയിലും സുഖസുഷുപ്തിയില്, എന്റെ തമ്പുരാന് എനിക്കും വല്ലച്ചാതിലും ഒന്ന് അവിടെ ചെന്ന് പറ്റിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളുടെ ഈ ചർച്ചയിൽ നിന്ന് നാട്ടിലേക്ക് പോയ ഒരു ഫാമിലി ഉണ്ട്. കഴിഞ്ഞ 50 വർഷം ഇവിടെ താമസിച്ചിട്ട് അവര് പല സ്റ്റേറ്റുകളിലൊക്കെ താമസിച്ചു, പ്രായാധിക്യമൊക്കെ ആയി, ഇനിയുള്ള നാള് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം അവർ വിളിച്ചപ്പോൾ പറഞ്ഞത്, വി കനോട്ട് അഫോർഡ് ഹിയർ, ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തി. പ്രത്യേകം പ്രാർത്ഥിക്കണം പാസ്റ്ററെ, ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ രീതികള്, ഇവിടുത്തെ കാര്യങ്ങള് ഇത്രയും വർഷങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും എറണാകുളത്താണ് അവർ പോയിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, സാഹചര്യങ്ങളെയും സാവകാശങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തരാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, കർത്താവ് ഞങ്ങളെ ഇവിടെ നന്നായി നടത്തുന്ന, ആരുമില്ല സഹായിപ്പാൻ, അവര് തന്നെ ഉള്ളൂ, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. 88ഉം 80 വയസ്സുള്ള ഒരു പ്രായാധികമുള്ള അപ്പച്ചനും അമ്മച്ചിയും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നടത്തുന്ന ദൈവം വിശ്വാസത്തിന്റെ ആ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മെ പരിപാലിക്കാൻ ശക്തനാണെന്ന് ആരും വേണ്ട. മക്കള് വേണ്ട, മരുമക്കള് വേണ്ട, കൊച്ചുമക്കള് വേണ്ട, ബന്ധുക്കള് വേണ്ട, ആരും വേണ്ട. എന്നെ നടത്താൻ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്ന ഉറപ്പുള്ള എത്ര പേര് ഇന്ന് രാവിലെ ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മുടെ കർത്താവായ മൂലം നമ്മുടെ അകത്ത് അവൻ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ നൽകുന്നത് എന്തെന്നറിയാമോ? ദ ഗ്രേറ്റ് പീസ് ഓഫ് ഗോഡ്. ആ ദൈവത്തിന്റെ സമാധാനമാണ്. ദൈവത്തിന്റെ സമാധാനത്തെക്കാൾ വലിയ സമ്പത്തൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ വല്ലതും ഉണ്ടോ? എല്ലാം നമുക്കുണ്ട്, പക്ഷേ സമാധാനമില്ല. എന്നാൽ അതിനെന്താ ചെയ്യുന്നത്? അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് ഒക്കെയായി തീർന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടെ ചേർത്ത് ആ വചനത്തോട് ചേർന്ന് പറയുകയാണ്, ഈ ഭൂമിയിലെ അഥവാ ഈ ആകാശവും ഈ ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിനോ ഒരു മാറ്റവുമില്ല. ആ വചനത്തിൽ വിശ്വസിച്ചാൽ ആ വചനം നമ്മെ
എത്തിക്കേണ്ടടുത്ത് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ സന്നിഭാസ് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഫോണൊക്കെ കൊണ്ടു നടക്കാൻ പേടിയാ. മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാല് ആളുകൾ പറയുന്നുണ്ട് അവർക്ക് പല ഡിവൈസസ് ഉപയോഗിക്കാൻ പേടിയാ. അനേകര് ഭയപ്പെടുക. അതിന്റെയൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്ന വചനങ്ങളൊക്കെ അതിന്റെ നിവൃത്തിയിലേക്ക് വരുന്നത് ശരിയാണെങ്കിൽ തന്നെയും ഒന്നുകൂടെ ഞാനന്ന് അതിനകത്ത് ചേർത്ത് പറയുകയാണ്, ഇന്നത്തെ ആധുനിക ലോകം ഡിവൈസസിന്റെ എല്ലാം പിന്നാലെ അഡിക്റ്റഡ് ആയി കിടക്കുകയാണ്. ദൈവത്തെ മാറ്റിവെച്ച്, ദൈവീയ കാര്യങ്ങൾ മാറ്റിവെച്ച്, ദൈവവിശ്വാസം മാറ്റിവെച്ച്, പ്രാർത്ഥന മാറ്റിവെച്ച്, ആരാധന മാറ്റിവെച്ച്, ആത്മീയ കാര്യങ്ങൾ മാറ്റിവെച്ച്, പണമുണ്ടെങ്കിൽ എല്ലാം ആകാം, എന്തുമാകാം എന്ന് പറയുന്ന ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ ദൈവം ഓരോന്നോരോന്ന് അവർക്ക് ബോധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം ടെമ്പററിയാണ്. ടെമ്പററി അല്ലാത്ത ഒന്നുണ്ട്. അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ദിക്കിൽ പ്രകാശിക്കണം. അത് പ്രകാശിക്കണമെങ്കിൽ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ അവിടുത്തെ വചനത്താൽ നമ്മുടെ ഉള്ളങ്ങളിൽ ഫിൽറ്ററിങ് ചെയ്യണം. നമ്മുടെ മനസ്സിനെ ഉണർത്തണം, നമ്മുടെ മനസ്സിനെ തൊടയണം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞോട്ടെ, സമയം മുന്നോട്ട് കടന്നു പോകുന്നല്ലോ. ഹല്ലേലൂയ. വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഏത് സാഹചര്യത്തിലും വിശ്വാസം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ആ വിശ്വാസത്തിന്റെ തത്വം എന്താണ്? ഹല്ലേലൂയ. അത് നമ്മുടെ അകത്തുണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ. റോമാലേഖനം 1:17 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എന്റെ നീതിമാൻ, ബാക്കി പറയാമോ? വിശ്വാസത്താൽ ജീവിക്കും. അല്ലേ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. റോമാലേഖനം 4-ാം അധ്യായം ഞാൻ പലപ്പോഴും പഠിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഇച്ചിരി മുൻപ് ഞാൻ ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശേഷം ഒരു ദൈവദാസന്റെ പ്രസംഗം കണ്ടപ്പോൾ ആ ദൈവദാസൻ അബ്രഹാമിനെ കുറിച്ചും സാറയെ കുറിച്ചും പറയുന്ന ആ പ്രസ്താവന എന്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അവന് സാറാ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ 90 വയസ്സുള്ളവള് അവനൊരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് അവൻ ആര് വിചാരിച്ചു? ആര് ചിന്തിച്ചു? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഈ വചനത്തിനെ വിളിച്ചു പറയുകയാണ്, വിശ്വസിക്കുന്നവന് സകല കഴിയുമെന്ന് ദൈവത്തിന് അസാധ്യമല്ല എന്ന് ഇന്ന് രാത്രി നമ്മുടെ അകത്താകട്ടെ. വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് വചനത്തിലൂടെയാ പ്രവർത്തിക്കുന്നത്, തോന്നലിലൂടെ അല്ല. നമ്മുടെ അകത്ത് പലപ്പോഴും പല തോന്നലുകൾ, ആ തോന്നലുകൾ വചനമാണ്. ദൈവവചനത്താലുള്ള, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ചിന്തകൾ മാത്രമേ അത് പ്രവൃത്തി പദത്തിലേക്ക് വരത്തുള്ളൂ, വിശ്വാസത്തിന്റെ പ്രവൃത്തി പദത്തിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ വചനം കേൾപ്പിക്കും. അതല്ല റോമർ 10 നമ്മൾ വായിക്കുന്നില്ലേ? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്താൽ നമ്മളിൽ ഉത്ഭവിക്കപ്പെടുന്ന ഒന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, ആ വിശ്വാസത്തിന്റെ വചനത്തിനകത്ത് നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്. ആ വാഗ്ദത്തം നമ്മള് പിടിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ലേഖനത്തിലെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് നമ്മുടേതായ ആകുന്നുമല്ല, അത് ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് അവിടെ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്. അവനവന് ദൈവം വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. എനിക്കുള്ള വിശ്വാസത്തിന്റെ അളവല്ല പാസ്റ്റർ PC വർഗീസിനുള്ളത്, അതല്ല പാസ്റ്റർ MJ എബ്രഹാമിനുള്ളത്, അതല്ല പ്രിയ രാജേഷ് പാസ്റ്റർക്കുള്ളത്, അതല്ല ഇവിടെ മറ്റൊരു ഓരോരുത്തർക്കുള്ളത്. അവൻ ഡിഫറൻറ്റ്. ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് വ്യത്യസ്ത തലങ്ങളിലാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം
ഒരു ബ്രദറിനോട് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാനിടയായി. അദ്ദേഹം ഈ ലോർഡ്സ് പ്രയർ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, അത് നമ്മൾ ചൊല്ലുന്നത് ശരിയാണോ, അത് ചൊല്ലാമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചൊല്ലിയോണ്ട് ഒരു തെറ്റുമില്ല, പക്ഷെ അതായിരിക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ പരിചയം. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചനത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. എന്താണ്? ദൈവമായ കർത്താവിനെ നമ്മുടെ പിതാവായിട്ട്, അവിടുത്തെ മകനായിട്ട്, അവിടുത്തെ മകളായിട്ട് നമ്മൾ വരണം. അപ്പോൾ ഒരപ്പനോട് മക്കൾക്ക് സംസാരിക്കുന്നത് എഴുതി വെച്ച ചിട്ടപ്പെട്ട സ്റ്റൈലാണോ? അല്ല. അപ്പോൾ ഉള്ളത് പറയാനുള്ള പാകതയിലേക്കും പക്വതയിലേക്കും അപ്പൻ മക്കൾ ബന്ധത്തിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ യഥാർത്ഥ ആത്മിക വളർച്ച നമുക്കുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന എന്ന ഒരു ആചാരത്തിലേക്ക് നമ്മൾ താണുപോകും. പ്രാർത്ഥന എന്ന ഒരു ആചാരത്തിൽ ദൈവത്തെ അകന്നു നിൽക്കാനല്ല, ഒരു അപ്പൻ മക്കൾ ബന്ധത്തിലേക്ക്, ഒരു ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് വരാനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ദൈവമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന, നമ്മുടെ സ്വന്തം ഹൃദയത്തിന്റെ വേദനകൾ പങ്കുവയ്ക്കുന്ന ഒരപ്പനെ മക്കൾക്ക് വിശ്വാസമുള്ളതുപോലെ, ഹല്ലേലൂയ, ദൈവത്തെ ഓരോരുത്തരും വിശ്വസിക്കുന്ന, അപ്പനെ അനുസരിക്കുന്നത് പോലെ, അനുസരിക്കുന്ന, അപ്പൻ പറയുന്നത് അനുസരിക്കുന്ന മക്കളെ പോലെ ദൈവത്തെ നമ്മൾ അനുസരിക്കുന്ന ആ രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പണി. ഹല്ലേലൂയ. അത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയും കണ്ടിട്ട്, അവരുടെ വേദനകളെയും കണ്ടിട്ട്, അവരുടെ ആവശ്യങ്ങളെയും കണ്ടിട്ട് അവരെയും സഹായിപ്പാനും ശുശ്രൂഷിപ്പാനും ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ദൈവ വചനത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസം വരുന്നത്. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മെ പലപ്പോഴും വചനം നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ചിലത് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാറുണ്ട്. എന്നാൽ ആ വചനം നമ്മൾ ചിലപ്പോൾ മാറ്റിവെക്കും. ചിലത് ചെയ്യാൻ പറയുമ്പോ നമ്മൾ മാറ്റിവെക്കും. കിട്ടാനാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഏറ്റെടുക്കും. ഭർത്താവ് പറഞ്ഞല്ലോ തരുമല്ലോ. എന്നാൽ ചെയ്യാനാണെങ്കിലോ അപ്പോഴേ നമ്മൾ അത് ദൈവശബ്ദമാണോ? ഹല്ലേലൂയ. അത് ദൈവശബ്ദമാണോ? അത് ദൈവശബ്ദം അല്ലായിരിക്കാം. നമ്മൾ അവിടെ ഞരങ്ങാനും മൂളാനും തുടങ്ങും. അവിടാണ് നമ്മുടെ ദൈവത്തിലുള്ള ആഴമായ ആശ്രയത്തിന്റെ ന്യൂനത, അല്ലെങ്കിൽ ആ കുറവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദത്തോട് നമ്മൾ അനുസരിക്കണം. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന അവസ്ഥയില് വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവവചനം അനുസരിക്കണം. വിശ്വാസം ക്രിയാത്മകമാണ്, നിഷ്ക്രിയമല്ല. നാം ചെയ്യേണ്ടത് ചെയ്താൽ ദൈവം തന്റെ ഭാഗം നിർവഹിക്കുമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ദൈവവാക്തങ്ങളിൽ ഏറിയ പങ്കും എന്താണ്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അത് നിർജീവമാണ്. ദൈവം പറയുന്നത് അനുസരിക്കാൻ, വിശ്വസിച്ച് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലേക്ക് വരികയാണ്. നമ്മുടെ വിശ്വാസത്തെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ആ ഭാഗം കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? യാക്കോബ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യും. 22-ാം അധ്യായത്തില് നമുക്കെല്ലാവർക്കും അറിയാം, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ദൈവം നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യും. Whether we obey, whether we put in our practice, നമ്മളത് പാലിക്കുമോ, നമ്മളത് അനുസരിക്കുമോ എന്നറിയാൻ ദൈവം നമ്മോട് ചിലത് ആവശ്യപ്പെടും. എന്നാൽ അവിടെയാണ് ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം, ക്രിട്ടിസൈസ് ചെയ്യാതെയുള്ള വിധേയത്വം. യഥാർത്ഥ വിശ്വാസത്തിന്റെ ഫലം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ വിശ്വാസത്തിന്റെ പരീക്ഷ അഥവാ പരീക്ഷണ കാലഘട്ടം, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന പീരീഡ്. ദാവീദിനെ ദൈവം ഒരു നൈറ്റ് ടെസ്റ്റിലൂടെ വിട്ട സന്ദർഭമുണ്ട്.
16-ാം സങ്കീർത്തനത്തില് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ വലിയ വായിലൊക്കെ വിളിച്ചു പറഞ്ഞു, ദൈവമേ നീ എന്റെ ദൈവം, നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. ഭൂമിയിലെ ശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. തമ്പുരാൻ ഒരു നൈറ്റ് ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മളോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും, ദർശനത്തിലൂടെ സംസാരിക്കും, അതിന് വചനത്തിന്റെ താങ്ങായി നമ്മോട് സംസാരിക്കും. അത് പേക്കിനാവാ, അല്ലെങ്കിൽ അത് ശരിയായ സ്വപ്നമോ ശബ്ദമോ ഒന്നും അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ദൈവം സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായാൽ അവിടെയാണ് ദൈവത്തിന്റെ ആ പരീക്ഷണഘട്ടം. 1 കൊരിന്ത്യർ ലേഖനത്തില് നമുക്കെല്ലാം അറിയാം, പത്രോസ് പറയുന്ന ചില വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിലേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അല്പ നേരത്തേക്കുള്ള ദൈവത്തിന്റെ ടെസ്റ്റിംഗ് ടൈം, അത് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നതാണ്, നമ്മുടെ ഫ്യൂച്ചറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാനാ പരീക്ഷകളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയാൽ അതെന്റെ കർത്താവേ അവിടുന്ന് തന്നെ ചില ലെസൺസ് പഠിപ്പിക്കാൻ, ചില വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ നയിക്കാൻ, എന്നെ നയിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ ദൈവം തരുന്നതാണെന്ന് എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറാകും? അവിടെ പിറുപിറുക്കരുത്, അവിടെ വാടിപ്പോകരുത്, അവിടെ തളർന്നു പോകരുത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ന്യൂയോർക്കില് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫീസ് സെമിനാരിയിൽ അടയ്ക്കണം. എന്നാല് ആ സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ, ആ ടേം ഫീസ് അടയ്ക്കാൻ എനിക്ക് വേണ്ട $4000 ആവശ്യമുണ്ട്. ഏതാണ്ട് $3000 എന്റെ പക്കലുണ്ട്. ദൈവം എന്റെ കൈ തന്നു. പക്ഷെ $1000 കുറവുണ്ട്. ന്യൂയോർക്ക് ക്ലോക്ക് ടവറിന്റെ സൈഡില് ഞാനിങ്ങനെ ട്രാക്ട് കൊടുത്തോണ്ടിരിക്കുക. എന്റെ പുറത്ത് കിടക്കുന്ന എന്താ പറയുക, ബ്ലാങ്കറ്റ് കോട്ടില് വാക്യം, ബൈബിളിലെ വാക്യം എഴുതിയ കോട്ടുമായിട്ടാണ് ഞാൻ ന്യൂയോർക്ക് ടൗണിൽ ചെല്ലുന്നത്. ഞങ്ങളുടെ സെമിനാരിൽ പോകുന്നതാ. അവിടെ നിൽക്കുമ്പോ ഒരു ബ്ലാക്ക് കറുത്തവർഗക്കാരനായ ഒരു മനുഷ്യൻ ഞാൻ ഈ ട്രാക്ട് കൊടുക്കുന്ന കണ്ടിട്ട് അവിടുന്ന് എന്റെ അടുക്കലേക്ക് ഓടി വന്നു. ഹായ് ബ്രദർ, ഹൗ ആർ യു, പ്രൈസ് ദി ലോർഡ്, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച രാജാനുഭാഗമായ മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം എന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് അദ്ദേഹം എന്തോ ഒന്നിട്ടു. ഗോഡ് ബ്ലസ് യു ബ്രദർ, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. ഞാന് എന്റെ ക്ലാസ് തുടങ്ങുന്നത് 4:30 ആകുമ്പോഴാണ്. ഞാൻ അവിടുന്ന് 5th സ്ട്രീറ്റിലേക്ക് പോകണം. ഞങ്ങളുടെ സെമിനാരി അവിടെയാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ നടന്നു പോകുമ്പോൾ എന്താ പോകറ്റിട്ട് എന്റെ ട്രാക്ട് എല്ലാം തീർന്നു. ഞാൻ പോകാൻ നോക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഇട്ടിരിക്കുന്നത് $1000 എന്റെ പോക്കറ്റിൽ ഇടുക. ഹല്ലേലൂയ. വേറെ ഒന്നും എനിക്കറിയില്ല. ആ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം വന്നേച്ച് ഇങ്ങനെ പറഞ്ഞേച്ച് പോവുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഗോഡ് ബ്ലസ് യു, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ഗോഡ് ബി വിത്ത് യു എന്ന് പറഞ്ഞേച്ച് അദ്ദേഹം എന്റെ അടുത്ത് നിന്ന് പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ദൈവം നമ്മെ കരുതുന്ന വഴികള്, ദൈവം നമ്മെ നടത്തുന്ന വഴികള്. നാം വിചാരിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര്? നിങ്ങളുടെ അനുഭവത്തെ ആയിരിക്കാം ഞാൻ ഒരുപക്ഷെ പറയുന്നത്. ഇതുവരെ കരുതിയ നാഥൻ, ഇതുവരെ നടത്തിയ നാഥൻ. നമ്മൾ വായിച്ച വാക്യം നമ്മൾ ഓർമ്മയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അമേരിക്കയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ യുക്രൈനിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ അല്ല എനിക്ക് നിങ്ങൾക്ക് സഹായം വരുന്നത്. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നീ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ നമ്മെ ഔലിയമായും ആത്മമായും സഹായിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണെന്ന് നാം വിശ്വസിക്കണം. പണം തന്നത് കൊണ്ടല്ല ദൈവത്തെ വിശ്വസിക്കേണ്ടത്. വേദനകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ
നമ്മെ നടത്തുവാൻ, നമ്മെ പരിപാലിപ്പാൻ നമുക്ക് വേണ്ടി മുടക്കിയ ഒരുവനുണ്ട്. അത് ചെറുതായിട്ടല്ല, പിന്നെയോ ഉറപ്പായിട്ട് നമ്മുടെ നാട്ടിൽ ഉറച്ച് സമ്മതിക്കണം. He is my shepherd. അവൻ എന്റെ ഇടയന, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. രംഗത്ത്, ഹല്ലേലൂയ, തൊഴിൽ രംഗത്ത് നമ്മെ കരുതാൻ, നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിങ്കലേക്ക്, ഹല്ലേലൂയ, നമ്മുടെ മനസ്സ് ഒന്ന് തിരിക്കാൻ, ഒന്നുകൂടെ അടുപ്പിക്കാൻ ദൈവം നൽകുന്ന ചെറിയ ശോധനകൾക്കായിട്ട് സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? ഇതുവരെയുള്ള ടെസ്റ്റിമണി അല്ല, ടെസ്റ്റ് ഇല്ലാത്ത ടെസ്റ്റിമണി നമുക്ക് വേണ്ട സാധനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തമ്മിൽ ടെസ്റ്റിലൂടെ നമ്മെ വിടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതാശേഷം സന്തോഷമെന്ന് ഈ എണ്ണണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രസംഗം പ്രസംഗിക്കാൻ എളുപ്പമാ. അവൻ പ്രേയറിനെ കുറിച്ചും അല്ലെങ്കിൽ സഫറീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ വളരെ നല്ലതാ. പക്ഷെ ജീവിതത്തിൽ ഈ വചനം ആപ്ലിക്കബിൾ ആക്കാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ that is very difficult. അതിനെന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ആ മൃദുവായ പോകാൻ. പുറത്തു നിന്നെല്ലാം ഒരുപക്ഷെ ഒരുപക്ഷെ നിനക്ക് വരാം. അതെന്നെ തളിക്കാവുന്ന പറയുവാൻ, അനുഭവിപ്പാൻ എത്ര പേർക്ക് രാത്രി കഴിയുന്നുണ്ട്? നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഇന്ന് രാത്രി ആ വിശ്വാസം ഇന്ന് രാത്രി നമ്മുടെ അകത്തേക്ക്, ഉദാഹരണമായി അനേക ബൈബിൾ ഫിഗേഴ്സിനെ എനിക്ക് എടുക്കാം, പക്ഷെ സമയത്തിന്റെ പരിമിതി ഇവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ ദൈവത്തിന്, ഹല്ലേലൂയ, സകലവും കഴിയുമെന്ന്. നിങ്ങൾക്ക് എന്താണോ ഇപ്പോഴത്തെ ബേസിക് ആയ ഇമ്മീഡിയറ്റ് ആയ നീഡ് എന്താണോ, അവിടേക്ക് ഈ വചനം ഒന്ന് ചേർത്ത് വെച്ചേച്ച് പറയൂ, എന്റെ ദൈവത്തിന് അത് നിവർത്തിക്കാൻ കഴിയും. യെസ്, he can. അവന് കഴിയും, അവന് കഴിയും. അവൻ ഒരു കാര്യത്തിനും നോ പറയുന്നവനല്ല. അവിടത്തേക്ക് ഒരു കാര്യവും അസാധ്യമല്ല. അതിലേക്ക് നമുക്ക് അടുത്തിയല്ല. ഹല്ലേലൂയ. നാളെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ സ്റ്റെപ്പിൽ നമ്മൾ നടക്കാൻ പോവുകയാണ്. നമ്മെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് രാത്രി വേള നിങ്ങളുടെ മധ്യേ വന്ന് അല്പസമയം വചനം പങ്കുവയ്ക്കുവാൻ എളിയവനെ സാവകാശം ഒരുക്കുക. പ്രിയ പാസ്റ്റർ ജെ എബ്രഹാമിനോട്, ഇതുവരെ ശ്രമിച്ച എല്ലാ ദൈവദാസന്മാരോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനത്തിന് വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.